ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഭൂനികുതി അഥവാ ലാൻഡ് ടാക്സ് എങ്ങനെ ഓൺലൈൻ വഴി ഈസിയായി അടയ്ക്കുക എന്നതാണ്. അതിനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത് revenue.kerala.gov.in എന്ന് സെർച്ച് ചെയ്യുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റ് ഓപ്പണായി വരും. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മുകളിൽ കാണുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 3 ഓപ്ഷൻ കാണാം. ക്വിക്ക് പേ എന്ന ഓപ്ഷൻ വഴിയായിരുന്നു മുമ്പ് പേയ്മെൻറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആ ഓപ്ഷൻ നിലവിലില്ല. ഇതിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നത് ആദ്യമായി പേയ്മെൻറ്റ് നടത്തുന്നവർക്കുള്ളതും സിറ്റിസൺ ലോഗിൻ എന്നത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും മുമ്പ് ക്വിക്ക് പേ വഴി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർക്കുമാണ്. ആദ്യം സിറ്റിസൺ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സിറ്റിസൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേരും അഡ്രസ്സും പിൻകോഡും കൃത്യമായി കൊടുത്ത ശേഷം താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത ശേഷം ഗെറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ച കോഡ് കറക്റ്റായി കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ രജിസ്ട്രേഷൻ സക്സസ് ആയത് കാണാം. ഇവിടെ കാണുന്ന സൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. മുമ്പ് ക്വിക്ക് പേ വഴി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സിറ്റിസൺ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ ഇൻ ചെയ്യാനുള്ള പേജിലോട്ട് പോകും. ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മുമ്പ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത ശേഷം ഗെറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. OTP എൻ്റർ ചെയ്ത് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പേജ് ഓപ്പണായി വരും. പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അതിൻ്റെ താഴെയുള്ള സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ചെയ്യാനുള്ള പേജ് ഓപ്പണായി വരും. ഇവിടെ ഫസ്റ്റ് നോർമൽ യൂസർ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ മൊബൈൽ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത ശേഷം സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. മൊബൈലിൽ വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം സൈൻ ഇൻ ചെയ്യുക. ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. ഇവിടെ ലാൻഡ് ലൊക്കേഷൻ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ് സെലക്ട് ചെയ്യുക. ലാൻഡ് ഡീറ്റെയിലിൽ ബ്ലോക്ക് നമ്പറും തണ്ടപ്പേർ നമ്പറും എൻ്റർ ചെയ്ത ശേഷം വ്യൂ ആൻഡ് ആഡ് ക്ലിക്ക് ചെയ്യുക. ഈ ഡീറ്റെയിൽ എല്ലാം പഴയ റെസീറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആഡ് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സെയിം ആസ് രജിസ്റ്റേർഡ് യൂസർ എന്ന് കാണാം. രജിസ്റ്റർ ചെയ്ത വ്യക്തിയുടെ തന്നെയാണെങ്കിൽ യെസ് കൊടുക്കുക, വേറെ ആളുടേതാണെങ്കിൽ നോ കൊടുക്കുക. താഴെ നെയിമും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം പേ ടാക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽ കാണാൻ സാധിക്കും. എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് ഇതിലേത് ഉപയോഗിച്ചും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. UPI ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി സെയിം മൊബൈൽ തന്നെയാണ് UPI ആപ്ലിക്കേഷൻ ഉള്ളതെങ്കിൽ ഫസ്റ്റ് കാണുന്നതിൽ നിന്നും ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത ശേഷം താഴെ പേജിൽ ക്ലിക്ക് ചെയ്യുക. സെയിം മൊബൈലിൽ UPI ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് UPI ID എൻ്റർ ചെയ്ത ശേഷം പേയിൽ ക്ലിക്ക് ചെയ്യുക. UPI ആപ്പിലേക്ക് ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് പോയിട്ടുണ്ടാവും. ഞാനിവിടെ GPay ആണ് ഉപയോഗിക്കുന്നത്. GPay ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ റിക്വസ്റ്റ് വന്നത് കാണാം. ഇതിൽ പേയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് സക്സസ് ആയത് കാണാം. ഇതിലേക്ക് പോകുമ്പോൾ ഗെറ്റ് റെസീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെസീറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്കും ഈസിയായി മൊബൈൽ ഉപയോഗിച്ച് ഭൂനികുതി അടയ്ക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.